യേശുവേ അങ്ങേയ്ക്ക് ആരാധന. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ വായിക്കാം. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ്കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. ഒരു നിമിഷം നമുക്ക് തലകളെ ഉണക്കി പ്രാർത്ഥിക്കാം. അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെയും ദൈവമേ, അവിടുത്തെ പുത്രൻ ഞങ്ങളിലൂടെ മഹത്വപ്പെടണമേ. ഞങ്ങളെല്ലാവരും മാനസാന്തരപ്പെട്ടവരായി രക്ഷിക്കപ്പെട്ടവരായി അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന നിത്യത അതിൻ്റെ ഉറപ്പ് ലഭിച്ചവരായി ഞങ്ങളെ അവിടുന്ന് തീർക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും അവിടത്തേക്ക് അർപ്പിക്കുന്നു. അടിയൻ്റെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും അവിടത്തേക്ക് പ്രസാദമായിരിക്കുമാറാകണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. വിശുദ്ധ വേദപുസ്തകം യേശുക്രിസ്തുവിലേക്ക് നോക്കുവാൻ മനുഷ്യനെ പഠിപ്പിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ മനുഷ്യൻ യേശുവിലേക്ക് നോക്കിയാൽ രക്ഷ പ്രാപിക്കുമെന്ന് ഇന്ന് ഈ 2025 ജീവിക്കുന്ന മനുഷ്യന് മാത്രമല്ല, മനുഷ്യനുണ്ടായ കാലം മുതൽ ഇന്ന് വരെയും അല്ല ഇനി ജനിക്കാനിരിക്കുന്ന എല്ലാ മനുഷ്യരും യേശുക്രിസ്തുവിലേക്ക് നോക്കി രക്ഷ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുകയും അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പുസ്തകമാണ്. അപ്പോസ്തലൻ ഈ ലേഖനം എഴുതുമ്പോൾ അഥവാ ഈ അധ്യായത്തിൽ ആദ്യം തന്നെ പറയുന്നത്, സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണമെന്ന് തന്നെ എൻ്റെ ഹൃദയവാഞ്ചയാകുന്നു. മനുഷ്യൻ രക്ഷിക്കപ്പെടണമെന്നുള്ളത് പൗലോസ് അപ്പോസ്തലൻ്റെ ഹൃദയവാഞ്ചയാണ്. അത് തൻ്റെ അനുഭവമാണ്. തനിക്ക് വലിയൊരു രക്ഷ ലഭിച്ചു. ആ രക്ഷയുടെ സന്തോഷത്തിൽ അപ്പോസ്തലൻ്റെ ആഗ്രഹം തന്നെ കാണുന്നവരും കേൾക്കുന്നവരും രക്ഷിക്കപ്പെടണമെന്നുള്ളതാണ്. അതാണ് ഹൃദയത്തിൻ്റെ ആഗ്രഹം, ഹൃദയവാഞ്ച. മനുഷ്യർ രക്ഷിക്കപ്പെടണമെന്നുള്ളതാണ്. മാത്രമല്ല, അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയും അതുമാത്രമാണ്. ഒരാളെ കാണുമ്പോൾ ആ വ്യക്തിക്ക് വേണ്ടി അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നത് ആ മനുഷ്യൻ രക്ഷിക്കപ്പെടണമെന്നാണ്. ഭൗതികമായ കാര്യങ്ങൾക്ക് നന്നായി പോകണമെന്ന് ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല. പക്ഷെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ കൂട്ടുകാരൻ, തനിക്ക് പരിചയമുള്ള ഒരാൾ അദ്ദേഹത്തെക്കുറിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ആ മനുഷ്യൻ രക്ഷിക്കപ്പെടണമെന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈ രക്ഷ നാം അനുഭവമാക്കിയിട്ടുണ്ടോ? അഥവാ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? മാനസാന്തരപ്പെട്ടിട്ടുണ്ടോ? വീണ്ടും ജനനം പ്രാപിച്ചിട്ടുണ്ടോ? ഇത് വേദപുസ്തകം അന്വേഷിക്കുന്ന ഒരു സത്യമാണ്. എന്നിൽ, നിങ്ങളിൽ ഇതില്ല എങ്കിൽ നാം എത്ര കാലം ജീവിച്ചു എന്ന് പറഞ്ഞാലും ഒരു പ്രയോജനവുമില്ല. രക്ഷിക്കപ്പെടുക അത് ഏത് സഭയിലുള്ളവർക്കും സാധ്യമാണ്, ഏത് മനുഷ്യനും സാധ്യമാണ്. അതിനുവേണ്ടി സഭ മാറേണ്ട കാര്യമില്ല. കാരണം രക്ഷ എന്നുള്ളത് വിശ്വാസത്താലാണ്, കൃപയാലാണ്. അത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മൂലമാണ്. അതാണ് പൗലോസ് അപ്പോസ്തലൻ ഈ 10-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ പറയുന്നത്, യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, വായ കൊണ്ട് ഏറ്റുപറയണം. വേദപുസ്തകം പറയുന്നത് ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണ് വായ സംസാരിക്കുന്നത് എന്നാണ്. ഹൃദയം കൊണ്ട് വിശ്വസിക്കേണ്ടത് ദൈവം യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നുള്ള കാര്യമാണ്. വായ കൊണ്ട് ഏറ്റുപറയേണ്ടത് യേശുവിനെ കർത്താവ് എന്നാണ് ഏറ്റുപറയേണ്ടത്. യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ ഏറ്റുപറയുക. പിതാക്കന്മാർ പറഞ്ഞു, പ്രാർത്ഥിച്ചു, പഠിപ്പിച്ചു, കർത്താവെ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു, നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഞങ്ങൾ ഏറ്റുപറയുന്നു. അതൊരു വലിയ കാര്യമാണ്. നാം ഏറ്റുപറയേണ്ടത്, ഒരു ക്രിസ്ത്യാനി ഏറ്റുപറയേണ്ടത് യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെയാണ്.
പഴയ നിയമകാലം അവിടെ ഉണ്ടായ ഏറ്റവും വലിയൊരു അത്ഭുതം ഏതാണെന്ന് ചോദിച്ചാൽ ചെങ്കടൽ പിളർന്നു. ചെങ്കടൽ രണ്ടായി വിഭാഗിച്ചു. ദൈവജനമായ ഇസ്രായേലിനെ ദൈവം അതിലൂടെ കടത്തിവിട്ടു. ഒരത്ഭുതമായിരുന്നു. ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ ചെങ്കടൽ തീരത്ത് വന്നപ്പോൾ അവരുടെ പിന്നിൽ ശത്രു സൈന്യം, ഫറവോനും സൈന്യവും ഇവരെ കൊല്ലുവാൻ, മുടിക്കുവാൻ വരികയാണ്. മുമ്പിൽ ആർത്തിരമ്പുന്ന ചെങ്കടൽ. എന്തു ചെയ്യും? അവർ നിലവിളിച്ചു. അവർ മരിക്കും എന്ന് ഉറപ്പായി. മറ്റൊരു പ്രതീക്ഷയുമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മോശ മുഖാന്തരം ദൈവം ഒരു വലിയ അത്ഭുതം പ്രവർത്തിച്ചത്. ചെങ്കടൽ രണ്ടായി പിളർന്നു. ഉണങ്ങിയ നിലത്തുകൂടെ ദൈവത്തിൻ്റെ ജനം അക്കരയ്ക്ക് കടക്കുകയാണ്. അവർ മുഴുവനും അക്കരെ എത്തിയതിന് ശേഷം പിറകെ വരുന്ന സൈന്യം അവരെ പിന്തുടരുവാൻ ശ്രമിച്ചെങ്കിലും അപ്പോഴേക്കും വെള്ളം വന്ന് അവരെല്ലാം മുങ്ങി നശിച്ചുപോയി. ദൈവത്തിൻ്റെ ജനം ചെങ്കടൽ കടന്ന് അക്കരെ എത്തി. അതൊരു വലിയ അത്ഭുതമായിരുന്നു. പഴയ നിയമകാലത്തെ ഏറ്റവും വലിയ അത്ഭുതം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ്. ദൈവജനത്തെ ചെങ്കടൽ പിളർന്ന് അക്കരെ എത്തിച്ചു. പ്രിയപ്പെട്ടവരെ, പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ അത്ഭുതം കർത്താവായ യേശുക്രിസ്തു ദൈവം മനുഷ്യനായി ജനിച്ചു. കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചു. പാപമില്ലാതെ, പാപം ചെയ്യാതെ, പാപം അറിയാതെ ജീവിച്ചു. കർത്താവ് 33 തിരുവയസ്സിൽ കഷ്ടത അനുഭവിച്ചു മരിച്ചു. എന്നാൽ കർത്താവ് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. കർത്താവായ യേശുക്രിസ്തു വെള്ളിയാഴ്ച മരിച്ചു. എന്നാൽ ഞായറാഴ്ച ഉയർത്തെഴുന്നേറ്റു. കർത്താവ് തൻ്റെ ദേഹമെന്ന തിരശ്ശീല ചീന്തി ഒരു പുതുവഴി തുറന്നു. ഇസ്രായേൽ മക്കൾക്ക് മാത്രമല്ല, ലോകത്തുള്ള സർവ്വ മനുഷ്യനും രക്ഷ പ്രാപിക്കുവാൻ, അക്കരെ എത്തുവാൻ. പഴയ നിയമകാലത്ത് ചെങ്കടൽ പിളർന്നതുപോലെ, ഇസ്രായേൽ മക്കളെ ദൈവം അക്കരെ എത്തിച്ചതുപോലെ, ഒരു മനുഷ്യൻ രക്ഷ പ്രാപിക്കുവാൻ, ഞാനും നിങ്ങളും സ്വർഗത്തിലെത്തുവാൻ ദൈവം യേശുക്രിസ്തുവിൻ്റെ തൻ്റെ തിരുദേഹം, ആ ദേഹമെന്ന തിരശ്ശീല തുറന്ന് ഒരു പുതിയ വഴി തുറന്നു. തൻ്റെ ദേഹം നമുക്ക് വേണ്ടി നുറുക്കപ്പെട്ടു, മുറിക്കപ്പെട്ടു. ഒരു പുതിയ വഴി തുറന്നു. അതിന് വിശുദ്ധ വഴി എന്ന പേരായി. എല്ലാ മനുഷ്യരും ആ വഴിയിലൂടെ അക്കരെ കടക്കുവാൻ സാധിക്കും. ഒരേ ഒരു വഴി. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും. ഇതാണ് ഉയർപ്പ്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഈ ഒരു വലിയ സന്തോഷം മനുഷ്യൻ ഹൃദയത്തിൽ വിശ്വസിച്ച് ദൈവം യേശുക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. വേദപുസ്തകം പറയുന്നത്, നിങ്ങൾ ക്രൂശിച്ചു, ദൈവം ഉയർപ്പിച്ചു, ഞങ്ങളതിന് സാക്ഷികളാകുന്നു. മനുഷ്യൻ സാക്ഷ്യം പറയേണ്ടത് യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിനെയാണ്. അങ്ങനെ അത് ഹൃദയത്തിൽ വിശ്വസിച്ച് യേശുവിനെ കർത്താവെന്ന് നാം ഏറ്റുപറയുമ്പോൾ ഈ രക്ഷ നമുക്ക് ലഭിക്കുകയാണ്. 10-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം പറയുന്നത്, ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിച്ചു, വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറഞ്ഞു എന്നാണ്. യേശുവിനെ വിശ്വസിക്കുകയാണ്. ദൈവം യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ നാം വിശ്വസിക്കുന്നത് നീതിക്കായിട്ട് വിശ്വസിക്കുകയാണ്. എന്താണ് ഈ നീതി? വേദപുസ്തകം പറയുന്നു, പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. അവനിൽ പാപമില്ല. കർത്താവ് പാപം ചെയ്തിട്ടില്ല. നമ്മുടെ കർത്താവ് പാപം അറിഞ്ഞിട്ടില്ല. എന്നാൽ ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ നീതിയാകുവാൻ, നീതീകരണം പ്രാപിക്കുവാൻ ദൈവം യേശുക്രിസ്തുവിനെ ക്രൂശിൽ പാപമാക്കിയെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നാം ഏറ്റുപറയുകയും ചെയ്യണം. നമ്മുടെ നാവ് കൊണ്ട് നാം യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയണം. വാസ്തവത്തിൽ എന്താണ് സാക്ഷ്യം പറയുക എന്നുള്ളത്? എന്താണ് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത് പ്രകാരം സാക്ഷ്യം പറയുന്ന അവസ്ഥ? 10 മിനിറ്റ് സാക്ഷ്യം പറയാൻ നമുക്ക് ലഭിച്ചാൽ 9 മിനിറ്റും നമ്മുടെ പാപങ്ങൾ, പഴയകാല പാപങ്ങൾ മനുഷ്യരുടെ മുമ്പാകെ വിളിച്ചു പറയുന്നതാണോ? അതുകൊണ്ട് മനുഷ്യന് ഒരു പ്രയോജനവുമില്ല. അല്ല, നമുക്ക് ലഭിച്ചിട്ടുള്ള ഭൗതികമായ അനുഗ്രഹങ്ങൾ അതുമാത്രം പറയുന്നതാണോ? അതുമല്ല.
അതുകൊണ്ടും മനുഷ്യന് ഒരു പ്രയോജനവുമില്ല. എന്നാൽ എല്ലാ മനുഷ്യരും കേൾക്കേണ്ടതും എല്ലാ മനുഷ്യരും വിശ്വസിക്കേണ്ടതും ദൈവം സന്തോഷിക്കേണ്ടതുമായ സാക്ഷ്യം എന്ന് പറയുന്നത് യേശുവിനെ കർത്താവെന്ന് വായ കൊണ്ട് ഏറ്റുപറയുന്നതാണ്. യേശുവിനെ കർത്താവെന്ന് വായ കൊണ്ട് ഏറ്റുപറയുന്ന സാക്ഷ്യമാണ് നമുക്ക് വേണ്ടത്. അതിന് ഒന്നാമത് വേണ്ടത് ഹൃദയത്തിൽ വിശ്വാസം വേണം. എന്നെ നീതീകരിക്കുവാൻ വേണ്ടിയിട്ട് പാപം ചെയ്യാത്ത യേശുവിനെ, പാപം അറിയാത്ത യേശുവിനെ ദൈവം പാപം ആക്കി. എന്നിട്ട് ഞാൻ യേശുവിനെ കർത്താവെന്ന് വായ കൊണ്ട് ഏറ്റുപറയുന്നു. പ്രിയപ്പെട്ടവർ, ഏത് അവസ്ഥയിലുള്ളവർക്കും പറയാം. ഏത് സാമ്പത്തിക അവസ്ഥയിലും മനുഷ്യന് പറയാവുന്ന സാക്ഷ്യം ഇതാണ്: യേശുവാണ് എൻ്റെ കർത്താവ്. എനിക്കെന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതല്ല, എനിക്കെന്തെങ്കിലും ലഭിച്ചോ എന്നുള്ളതല്ല, എനിക്കെന്തെങ്കിലും ലഭിച്ചാലും ഇല്ലെങ്കിലും എൻ്റെ കർത്താവും രക്ഷിതാവുമായി ഞാൻ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കും. ബഹുമാനപ്പെട്ട യോഹന്നാൻ സാറിൻ്റെ പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഒടുവിൽ ഒരു പ്രാർത്ഥനയുണ്ട്. നമ്മളെല്ലാവരും ഏറ്റുപറയുന്നൊരു പ്രാർത്ഥനയുണ്ട്: യേശുവേ, ഞാൻ യേശുവിനെ എൻ്റെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്നു. യേശുവിനെ എൻ്റെ കർത്താവും എൻ്റെ രക്ഷിതാവുമായി ഞാനിതാ സ്വീകരിക്കുന്നു. അത് വലിയ കാര്യമാണ് പ്രിയപ്പെട്ടവരെ. ഈ കാര്യം നാം ഏറ്റുപറയേണ്ടതാണ്. യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയണം, വായ കൊണ്ട് ഏറ്റുപറയണം. അത് നമ്മുടെ രക്ഷയ്ക്കായി ഭവിക്കുമെന്നാണ് വേദപുസ്തകം പറയുന്നത്. നമുക്കറിയാം, അപ്പോസ്തലനായ തോമസ് ലീഹ വാസ്തവത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവിടെ തോമസ് ലീഹ ഉണ്ടായിരുന്നില്ല. തോമസ് ലീഹയ്ക്ക് വിശ്വസിക്കാൻ സാധിച്ചിരുന്നില്ല. എല്ലാവരും പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടുവെന്ന്. പക്ഷെ തോമസ് പറഞ്ഞു, ഞാൻ വിശ്വസിക്കില്ല. അവൻ്റെ കൈകൾ ഞാൻ കാണണം, അവൻ്റെ വിലാപ്പുറം ഞാൻ കാണണം, അവൻ്റെ മുറിവേറ്റ കരങ്ങൾ, ആണിപ്പഴുതുള്ള കരങ്ങൾ, ആ കുന്തത്താൽ തുറക്കപ്പെട്ട ആ വിലാപ്പുറം, ഇതെല്ലാം കണ്ടാൽ മാത്രമേ ഞാൻ വിശ്വസിക്കൂവെന്ന് തോമസ് ലീഹ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, കർത്താവ് തോമസ് ലീഹയ്ക്ക് വേണ്ടി പ്രത്യേകം പിന്നീട് പ്രത്യക്ഷനായി. എന്നിട്ട് തോമസ് ലീഹയോട് പറഞ്ഞു, നീ വരിക, നിന്റെ കൈകൾ നീട്ടി എൻ്റെ വിലാപ്പുറത്ത് നിനക്ക് വിരലിടാം, കൈയിടാം, നിനക്കെന്നെ തൊട്ടു നോക്കാം എന്ന് പറഞ്ഞപ്പോൾ തോമസ് ലീഹയ്ക്ക് വിശ്വാസം വന്നുവെന്ന് മാത്രമല്ല, വിശ്വാസവീരനെ പോലെ ആദ്യമായിട്ട് ഒരു വലിയ സാക്ഷ്യം ലോകം കേൾക്കെ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ സാക്ഷിച്ചുകൊണ്ട് രക്ഷയ്ക്കായി തൻ്റെ നാവ് കൊണ്ട് പറഞ്ഞു, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ. യേശു ഉയർത്തെഴുന്നേറ്റുവെന്ന് ഹൃദയത്തിലുള്ള വലിയ വിശ്വാസം നിറഞ്ഞ് കവിഞ്ഞ് വായിലൂടെ പുറത്തേക്ക് വന്നു, എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ എന്ന്. പ്രിയപ്പെട്ടവരെ, തോമസ് ലീഹ ഏറ്റുപറഞ്ഞ ആ സാക്ഷ്യം എൻ്റെ കർത്താവേ എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ കർത്താവും രക്ഷിതാവുമായി യേശു ക്രിസ്തുവിനെ നാം സ്വീകരിക്കുമ്പോൾ കർത്താവിൻ്റെ മരണത്തെ തോമസ് ലീഹ ഓർത്തു. എപ്പോഴാണ്? ആ കൈകൾ കണ്ടപ്പോൾ, ആ വിലാപ്പുറം കണ്ടപ്പോൾ തോമസ് ലീഹ ഓർത്തത് യേശുവിൻ്റെ മരണത്തെയാണ്. കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു. മരണത്തെ ഓർത്ത തോമസ് ലീഹ ഉടനെ ഏറ്റുപറഞ്ഞു, എൻ്റെ കർത്താവേ എന്ന്. ഇതാണ് സാക്ഷ്യം. രക്ഷിക്കപ്പെടുക എന്നുള്ളത് വളരെ വ്യക്തമായി നമ്മളിവിടെ കാണുകയാണ്. സഹോദരങ്ങളെ, നാം ഈ ഭൂമിയിൽ ജീവിച്ച കാലം, ഈ നിമിഷം വരെയും എത്രയോ വാക്കുകൾ നമ്മൾ പറഞ്ഞു. ഒരു ദിവസം തന്നെ നമ്മുടെ വായിൽ നിന്ന് എത്രയോ വാക്കുകൾ വന്നിട്ടുണ്ട്. നാം ആരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്, പലതും നമുക്ക് ഓർമ്മയില്ല. എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കാതെ വണ്ണം എത്രയോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വാക്കുകൾ ഇതിനകം നാം പറഞ്ഞു. എന്നാൽ ഈ രണ്ട് വാക്ക്, യേശുവേ അവിടുന്ന് എൻ്റെ കർത്താവാകുന്നു, പറഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അത് പറയണം. അത് പറയേണ്ടതിന് ഹൃദയത്തിലൊരു വിശ്വാസം വേണം. ദൈവം യേശു ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുന്നത് നിങ്ങൾ ക്രൂശിച്ച യേശു എന്നാണ്. നിങ്ങൾ ക്രൂശിച്ചു, ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു, ഞങ്ങൾ സാക്ഷികളാകും. ഉയർപ്പിന് വലിയൊരു പ്രത്യാശയുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളെ ക്രൂശിക്കുന്നവരുണ്ടായിരിക്കാം. നമ്മളിന്ന് കടന്നു പോകുന്ന അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കാം. പല കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടിരിക്കാം. ഒരുപക്ഷെ നമ്മുടെ മുമ്പിൽ പല വാതിലുകളും അടഞ്ഞിരിക്കാം. ഇന്ന് ലോകം എത്രയോ തിരക്കുള്ളതാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ ഓർമ്മയുള്ള പ്രായമായിട്ടുള്ള
വളരെ വന്യവയോധികർ വരെ ടെൻഷനിലാണ്, പിരിമുറുക്കത്തിലാണ്, ഏകാന്തതയിലാണ്. ആരോട് പറയാൻ പറ്റും നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ, നമ്മുടെ ആവശ്യങ്ങൾ? ആർക്കും നമ്മളെ സഹായിക്കാൻ പറ്റും? എല്ലാവരും തിരക്കിലല്ലേ? എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇതിനൊരു പൊറുതിയുണ്ട്, ഇതിനൊരു അറുതിയുണ്ട്. ഈ ലോകത്ത് ഇന്ന് നമ്മളായിരിക്കുന്ന അവസ്ഥ ഒരുപക്ഷെ അടഞ്ഞ അവസ്ഥയായിരിക്കാം, അടഞ്ഞ അധ്യായങ്ങളായിരിക്കാം. നമുക്ക് തന്നെ തോന്നുമായിരിക്കും നമ്മുടെ കാലം തീർന്നുവെന്ന്. നമുക്ക് തന്നെ തോന്നുമായിരിക്കും നമുക്കിനി ഒന്നും ചെയ്യാനില്ല എന്ന്. നമുക്ക് തന്നെ തോന്നുമായിരിക്കും ഇനി ജീവിക്കുന്നത് എന്തിനാണെന്ന്. എന്നാൽ നിങ്ങൾ ക്രൂശിച്ചു, ദൈവം ഉയർപ്പിച്ചു. ഉയർപ്പിൻ്റെ വലിയ പ്രത്യാശ എന്നുള്ളത് അടഞ്ഞ എല്ലാ അധ്യായങ്ങളും തുറക്കുവാൻ ദൈവത്തിന് സാധിക്കുമെന്നുള്ളതാണ്. ഉയർപ്പിൻ്റെ വലിയ പ്രത്യാശ എന്നുള്ളത് നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടങ്ങളിൽ നിന്ന്, കണ്ണുനീരിൽ നിന്ന് നിങ്ങൾക്കൊരു സന്തോഷം ലഭിക്കുമെന്നുള്ളതാണ്. ഉയർപ്പിൻ്റെ വലിയ പ്രത്യാശ എന്നുള്ളത് നിങ്ങൾ അനുഭവിച്ചു പോകുന്ന, കടന്നു പോകുന്ന കാർമേഘങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വിടുതൽ ലഭിച്ച് ഒരു വലിയ മഴവില്ല് കാണുമെന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈ വലിയ പ്രത്യാശയാണ് ഉയർപ്പിന് മനുഷ്യന് നൽകുവാൻ സാധിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് മനുഷ്യന് നൽകുവാൻ സാധിക്കുന്നത്. നമ്മുടെ അടഞ്ഞിരിക്കുന്ന എല്ലാ വാതിലുകളും തുറക്കുവാൻ ദൈവത്തിന് സാധിക്കും. നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി തരുവാൻ ദൈവത്തിന് സാധിക്കും. അതുകൊണ്ട് ഇത് കേൾക്കുന്ന ആരെങ്കിലും ഒരുപക്ഷെ ചെറുപ്പത്തിൽ ഒരു സ്വപ്നം കണ്ടിരിക്കാം, നല്ലൊരാഗ്രഹം. അതെല്ലാം ഇന്ന് ചാരം മൂടിയിരിക്കുകയായിരിക്കാം. അതെല്ലാം എന്നേ അടഞ്ഞുപോയി, അതെല്ലാം എന്നെ ഉപേക്ഷിച്ചു. എന്നാൽ പ്രിയ സഹോദര, സഹോദരി, വിശ്വസിക്കൂ, യേശുക്രിസ്തു ഉയർത്തെങ്കിൽ, ദൈവം ഉയർപ്പിച്ചെങ്കിൽ നിങ്ങളുടെ നല്ല സ്വപ്നങ്ങളെയും അത് പൂവണിയിക്കുവാൻ യേശുക്രിസ്തുവിന് സാധിക്കും. ഞാൻ വിശ്വസിക്കുന്നു പ്രിയപ്പെട്ടവരെ. മാത്രമല്ല, ഈ ഭൂമിയിലെ ജീവിതം സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ നമുക്ക് ജീവിക്കുവാൻ സാധിക്കുമെന്ന് മാത്രമല്ല, മരണത്തിന് ശേഷം നമുക്കൊരു ഉയർപ്പുണ്ട്. അതാണ് പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിൽ പറയുന്നത്, ഒടുവിൽ കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ്. മരിച്ചവർ അക്ഷയരായി ഉയർക്കും, നാം രൂപാന്തരപ്പെടും. നമുക്കൊരു ഉയർപ്പുണ്ട്. അതിപ്പോഴല്ല, അത് കർത്താവിൻ്റെ വരവെങ്കിലാണ്. നാം യേശുക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചാൽ, ക്രിസ്തുവിൽ മരിച്ചാൽ എന്ന് പറഞ്ഞാൽ ജീവനുള്ള കാലത്ത് നാം യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് മാനസാന്തരപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ നാം ക്രിസ്തുവിൽ മരിക്കും. നമ്മുടെ മരണം ദൈവത്തിന് പ്രസാദമുള്ള, ദൈവം സന്തോഷിക്കുന്ന ഒരു മരണമായിരിക്കും. മരണത്തിന് ശേഷം യേശുക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിങ്കൽ ദൈവത്തിൻ്റെ കാഹളം മുഴങ്ങുമ്പോൾ, കാഹളം ധ്വനിക്കുമ്പോൾ മരിച്ചവർ അക്ഷയരായി ഉയർക്കും. അങ്ങനെ നമുക്കും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. സഹോദരങ്ങളെ, ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഇത് കർത്താവിൻ്റെ വാഗ്ദത്ത വചനമാണ്. ലാസറേ പുറത്തു വരിക എന്ന് കർത്താവ് കൽപ്പിച്ചപ്പോൾ ആ തിരുവചന പ്രകാരം ലാസർ പുറത്തേക്ക് വന്നു. എങ്കിൽ ഇത് നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ്. കർത്താവിൻ്റെ ആ ശബ്ദം, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ സമയത്ത് ആദ്യം സംഭവിക്കുന്നത് ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവമാണ്. ദ സ്ട്രേഞ്ച് ആൻഡ് വണ്ടർഫുൾ സീക്രട്ട് എന്നാണ് പൗലോസ് അപ്പോസ്തലൻ ഇതിനെക്കുറിച്ച് പറയുന്നത്. ഒരു മർമ്മമാണ്. സഹോദരങ്ങളെ, ഈ വലിയ പ്രത്യാശ നമുക്കുണ്ടായിരിക്കട്ടെ. നമ്മളിന്ന് പല കാര്യങ്ങളിൽ വിചാരപ്പെട്ട് മനം കലങ്ങി ഇരിക്കുകയാണ്. വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് സംശയിച്ച ഒരു കാലത്താണ് നമ്മളായിരിക്കുന്നത്. ഈ ഭൂമിയിലെ പ്രയാസങ്ങളും കഷ്ടതകളും എല്ലാം ശരിയാണ്, ഉണ്ട്. അതെല്ലാം ആപേക്ഷികമാണ്. നോക്കൂ, നമ്മളൊരു സാധാരണ മനുഷ്യൻ. ദുബായിലെ ഒരു വലിയ കെട്ടിടം, ഏറ്റവും വലിയ കെട്ടിടം, ആ കെട്ടിടത്തിൻ്റെ താഴെ നമ്മൾ നിൽക്കുമ്പോൾ, ആ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ എത്ര നിസാരർ, ഒരു ഉറുമ്പിനേക്കാൾ ചെറുതായി തോന്നുമായിരിക്കാം. എന്നാൽ നമ്മൾ വലിയ വിമാനത്തിലിരുന്നു കൊണ്ട്, ആ വിമാനത്തിൻ്റെ ഉയരത്തിലിരുന്നു കൊണ്ട് താഴേക്ക് ഈ വലിയ ദുബായിലെ ആ കെട്ടിടത്തിലേക്ക് നോക്കിയാൽ അതെന്തുണ്ട്? അതൊരു
ചെറിയ ഉറുമ്പ് പോലെ. എന്ന് പറഞ്ഞാൽ ഉയർപ്പിൻ്റെ പ്രത്യാശയിൽ, ഉയർപ്പിൻ്റെ ആ ഉയരത്തിലുള്ള ചിന്തയിൽ നമ്മളായിരിക്കുമ്പോൾ, ദൈവം നമുക്ക് തരുന്ന വാഗ്ദത്ത വചനങ്ങളിൽ നമ്മളായിരിക്കുമ്പോൾ, കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ ആ കർത്താവിലുള്ള വിശ്വാസത്തിൽ, ഉയർപ്പിൻ്റെ പ്രത്യാശയിൽ നമ്മളായിരിക്കുമ്പോൾ, മുകളിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ താഴെ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും വളരെ നിസ്സാരമായി തോന്നും. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, നൊടി നേരത്തേക്കുള്ള നിങ്ങളുടെ ലഘുവായ കഷ്ടം എന്ന് പറഞ്ഞത്. ഇതെല്ലാം നിസ്സാരമാണ്, എത്രയും പെട്ടെന്ന് കഴിഞ്ഞു പോകും. അതിലേക്ക് നോക്കി നമ്മൾ ആരും വിഷാദിക്കരുത്, വിചാരപ്പെടരുത്. യേശുവിങ്കിലേക്ക് നോക്കുക, ഉയർത്തെഴുന്നേറ്റ കർത്താവിങ്കിലേക്ക് നോക്കുക. അവൻ നമ്മുടെ പ്രത്യാശയാണ്, അവൻ നമ്മുടെ സന്തോഷമാണ്, അവൻ നമ്മുടെ ബലമാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ, തിരുവായ്മൊഴിഞ്ഞ് നമ്മളോട് സംസാരിച്ചപ്പോൾ, സ്വർഗത്തിലെത്തിയ 2 പേരുടെ കാര്യം പറഞ്ഞു. അതിലൊന്ന് പാവപ്പെട്ട ദരിദ്രനായ, വ്രണം നിറഞ്ഞ, ആരും സഹായിക്കാനില്ലാതിരുന്ന രോഗിയായ ആ ലാസറായിരുന്നു. അവൻ മാനസാന്തരപ്പെട്ടത് കൊണ്ടാണ് അവൻ സ്വർഗത്തിലെത്തിയത്. മറ്റൊരാള് കള്ളനാണ്. കർത്താവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ട 2 കള്ളന്മാരുണ്ടായിരുന്നു. ഒരുത്തനിടത്തും ഒരുത്തൻ വലത്തുമായി കർത്താവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു. 2 പേരും കർത്താവിനെ ദുഷിച്ചവരായിരുന്നു, 2 പേരും കർത്താവിനെ പരിഹസിച്ചവരായിരുന്നു, 2 പേരും ഒരുപോലെ പാപം ചെയ്തവരായിരുന്നു, ദുഷ്കർമ്മികളായിരുന്നു, അധർമ്മികളായിരുന്നു. എന്നാൽ ഒരു കള്ളൻ, അവൻ മാനസാന്തരപ്പെട്ടു, അവൻ വിശ്വസിച്ചു. അവന് മനസ്സിലായി, ഞാനൊരു മഹാപാപിയാണ്, എനിക്ക് ക്രൂശ് മരണം കിട്ടിയത് യോഗ്യമായത് തന്നെയാണ്. എന്നാൽ എൻ്റെ വശത്ത് കിടക്കുന്ന ഈ യേശുക്രിസ്തു, അവനൊരു പാപവും ചെയ്തിട്ടില്ല, അവൻ പരിശുദ്ധനാണ്. ആലോചിച്ച് നോക്കൂ, ക്രൂശിൽ കിടക്കുമ്പോൾ, അന്നത്തെ കാലത്ത് ക്രൂശിൽ മരിക്കുക, ക്രൂശ് മരണം എന്ന് പറയുന്നത് ഏറ്റവും നിന്ദ്യമായിട്ടുള്ള, ശാപയോഗ്യമായിട്ടുള്ള ഒരു മരണമാണ്. എല്ലാവരും വെറുക്കുന്ന ഒരു മരണമാണ്. ആ മരണം സംഭവിക്കുമ്പോൾ ക്രൂശ് മരണം അനുഭവിക്കുന്ന വ്യക്തി എന്താണ് പറയുന്നത്? ശപിക്കുകയാണ്, ദുഷിക്കുകയാണ്, തുപ്പുകയാണ്, പ്രാകുകയാണ് മറ്റുള്ളവരെ. പ്രിയപ്പെട്ടവരെ, വാസ്തവത്തിൽ അതിവേദനയുടെ അവസ്ഥയിലല്ലേ നമ്മുടെ ശരിയായ അനുഭവം വെളിവാകുന്നത്. നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ, മനുഷ്യൻ്റെ മുമ്പിൽ നന്നായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അതിവേദന വരുമ്പോൾ, അഥവാ നമ്മൾ പ്രതീക്ഷിക്കാത്ത നമ്മുടെ സെൽഫ് അഥവാ നമ്മുടെ സ്വയത്തെ അതിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് വരുമ്പോൾ, പരിപരുത്ത യാഥാർത്ഥ്യങ്ങളിലേക്ക് വരുമ്പോൾ, നമ്മുടെ സ്വഭാവം വെളിപ്പെട്ട് വരും. അതിവേദനയുടെ അവസ്ഥയിൽ ക്രൂശിൽ മരിക്കുന്ന വ്യക്തി അപ്രകാരം പ്രതികരിക്കുമായിരുന്നു. എന്നാൽ കർത്താവോ അതുപോലെ കഷ്ടം അനുഭവിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. അത് കണ്ടപ്പോൾ ആ കള്ളൻ, അവന് മനസ്സിലായി, ഇവൻ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല, ഇവൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതൊരു അത്ഭുതമാണ്. ഇതെല്ലാം കള്ളൻ കാണുകയാണ്. പ്രകൃതിയിലെ മാറ്റങ്ങളെല്ലാം ഈ കള്ളൻ കാണുകയാണ്. അവൻ മനസ്സിലായി, ഇത് സാക്ഷാൽ ദൈവമാണ്. ഓ, എന്ത് അത്ഭുതമാണ്! സാക്ഷാൽ ദൈവം, ഓ സ്വർഗസ്ഥനായ ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ച്, ആ പുത്രൻ മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി ക്രൂശിൽ മരിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുകയാണ്. അഥവാ എന്നോട് ചേർന്ന് ക്രൂശിക്കപ്പെട്ട് കിടക്കുന്നത് ആരാണ്? ഒരു ദൈവമാണല്ലോ എന്നവന് മനസ്സിലായി. അവൻ പറഞ്ഞു കർത്താവിനോട്, കർത്താവേ, അവിടുന്ന് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. പിതാക്കന്മാരിങ്ങനെയാണ് പാടുന്നത്, ഏറ്റുപറഞ്ഞേതൻ താനോ തവനേറിടുമെന്നോതുകയാൽ നാഥ നിന്നെ ഏറ്റോരാം ഞങ്ങളെ വരവിൻ നാളോർക്ക. ആ വലതുഭാഗത്തെ കള്ളൻ നിന്നെ ഏറ്റുപറഞ്ഞു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? നീ അവനെ സ്വർഗത്തിലേക്ക് കയറ്റി. യു പ്രോമിസ്ഡ് പാരഡൈസ് ടു ദ തീഫ് ഹു കൺഫെസ്ഡ്. യേശുവേ, തൻ്റെ പാപങ്ങൾ തിരിച്ചറിഞ്ഞ് യേശുവേ നിന്നെ ഏറ്റുപറഞ്ഞ ആ കള്ളന് നീ പർദീസ കൊടുത്തതുപോലെ, സിൻസ് വി ടുക്ക് റെഫ്യൂജ് ഇൻ യു
റിമെമ്പർ അസ് വെൻ യു കം. ഞങ്ങളിപ്പോൾ നിന്നെ ഏറ്റുപറയുകയാണ്. യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയാണ്. ദൈവം യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഞങ്ങളെയും അവിടുത്തെ രണ്ടാമത്തെ വരവിൽ ഓർത്തുകൊള്ളണമേ. നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. കർത്താവേ, യേശുവെ, അവിടെ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കുന്നു. കർത്താവേ, അവിടുന്ന് കുരിശിൽ മരിച്ചത് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാത്രമല്ല, അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു. ദൈവം യേശു ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന തിരുവചനം ഞാൻ വിശ്വസിക്കുന്നു. യേശുവിനെ എൻ്റെ കർത്താവും എൻ്റെ രക്ഷിതാവുമായി ഞാനിതാ സ്വീകരിക്കുന്നു. അവിടുത്തെ രണ്ടാമത്തെ വരവിൽ എന്നെയും ഓർത്തുകൊള്ളണമേ. അവിടുത്തെ രണ്ടാമത്തെ വരവിൽ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഞാനും ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.